അതൊക്കെയാണ് തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. പ്രേക്ഷകർക്കൊപ്പമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കേട്ടുള്ള നിങ്ങൾക്കൊപ്പമുള്ള വാർത്തായാത്രയാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ. നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പ്രതികരണങ്ങളുമായി ഈ വാർത്തായാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ആന്റണിയെ പോലെ, ഇഷു ജസീറിനെ പോലെ, ലെനീഷ് ബാബുവിനെ പോലെ, ദക്ഷാദിപ്തിയെ പോലെ, നൌഷാദിനെ പോലെ, വിപിൻ ബെന്നിയെ പോലെ, ലിവിൻ പോളിനെ പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റായി അറിയിക്കാവുന്നതാണ്. സമയത്തിനനുസരിച്ച് അതൊക്കെ പറഞ്ഞ് അതൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നതാണ്. ആ പരാതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേന്ദ്ര സർക്കാരിന് ഏജൻസികൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകാൻ പോകുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ബൽറാം? റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ കാലങ്ങളായി ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള പരാതിയായി എത്തിയിരിക്കുന്നത്. അതിൽ ഒട്ടേറെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പരാതി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണി ഇത്തരത്തിൽ വിശദമായ ഒരു പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ മൗവ മൊയ്ത്രയ്ക്ക് എതിരായി നടന്ന റെയ്ഡിന്റെ എതിരെ തൃണമൂൽ കോൺഗ്രസും ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരെ അവരുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് കേന്ദ്ര ഏജൻസികൾ റെയ്ഡുകളും മറ്റ് നടപടികളും നടത്തുകയാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ ആരോപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവതരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നതും അതിനായുള്ള നടപടികൾ ആരംഭിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏജൻസികളുടെ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടുക എന്നുള്ളതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായ കർശന മാർഗനിർദ്ദേശങ്ങൾ ഏജൻസികൾക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. മറ്റ് നടപടികൾ, റെയ്ഡുകൾ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷത പുലർത്തണം എന്ന് ആവശ്യപ്പെടും. ഒപ്പം തന്നെ കൃത്യമായ തെളിവുകൾ, ശക്തമായ തെളിവുകളുള്ള ഗൗരവമുള്ള സാഹചര്യങ്ങളിൽ മാത്രം റെയ്ഡുകൾ നടത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ഏജൻസികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതികരണങ്ങളിലും വാർത്താക്കുറിപ്പുകളിലും നിഷ്പക്ഷത ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുമുള്ള വിവരം ലഭിക്കുന്നുണ്ട്. 2019 സമാനമായ ഒരു മാർഗനിർദ്ദേശം ഏജൻസികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. റീജിൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായിരിക്കുന്നു. മണ്ഡലത്തിലെത്തുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ജില്ലാ നേതൃത്വം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്നാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിനാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് മണ്ഡലത്തിൽ കെ സുരേന്ദ്രന്റെ വരവ് എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 85,000-ലധികം വോട്ടുകൾ ഇവിടെ ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ കഴിഞ്ഞ തവണ നേടാനായത് വെറും 68,000 വോട്ടുകളാണ്. ശക്തമായ രാഷ്ട്രീയ മത്സരമെന്ന സന്ദേശം നൽകാനാണ് കെ സുരേന്ദ്രന്റെ വരവോടെ BJP ശ്രമിക്കുന്നത്. അമേഠി വയനാട്ടിൽ ആവർത്തിക്കുമെന്നാണ് സുരേന്ദ്രന്റെ ആത്മവിശ്വാസം. IND മുന്നണിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്തിന് പരസ്പരം മത്സരിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. IND മുന്നണിക്കെതിരായിട്ടുള്ള ഏക ജനകീയ ബദൽ NDA മുന്നണിയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ
ജനങ്ങൾ എന്താണോ ചെയ്തത് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. എതിരാളി ആരെന്നു നോക്കിയല്ല LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെന്നായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാൽ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ് ആനി രാജ. എതിരാളി ആരെയെന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. NDAയിൽ ഉൾപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇക്കുറി വയനാട്ടിൽ മത്സരരംഗത്തുണ്ട്. മത്സരരംഗത്തുനിന്ന് പിന്നോട്ടില്ലെന്ന് സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ. ഇതൊരു ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പോൾ അത് അവർ തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ല. നമ്മൾ അയച്ച ആള് നമ്മൾ യുദ്ധം ചെയ്യുക. സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CK ജാനുവിന് K സുരേന്ദ്രൻ കോഴ നൽകിയെന്ന പരാതി ഉന്നയിച്ച പ്രസീദ അഴീക്കോടും ഇക്കുറി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. 24 വയനാട്. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ചില മാറ്റങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട്. നമ്മുടെ ഫ്രെയിമും ഗ്രാഫിക്സും ഒക്കെ മാറിയിട്ടുണ്ട്. മനോഹരമായ ഗ്രാഫിക്സ് ആണ് എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നവരുമുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് ടീമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. 2 ദിവസമായി ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ട് പ്രേക്ഷകർക്കത് കാണാൻ കഴിയും. സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളത് സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ഇന്ന് മഴയുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 3 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു വിവരം രാവിലെ പുറത്തു വന്നിരുന്നു. മഴയുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ബെന്നി പുത്തൂരിനെ പോലെ, വിനോദിനിയെ പോലെയുള്ള ആളുകൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. വിശദമായ അതിലേക്കൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് വരാം. വളരെ പെട്ടെന്ന് റിപ്പോർട്ടിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ നേതൃത്വത്തെ വെട്ടിലാക്കി CPI ജില്ലാ കൗൺസിൽ അംഗം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. CPI പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവുമായ അബ്ദുൾ ഷുക്കൂറാണ് കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ഭിന്നതയാണ് അബ്ദുൾ ഷുക്കൂറിന്റെ കൂടുമാറ്റത്തിന് കാരണം. CPIയുടെ മണ്ഡലം സമ്മേളനം തെരഞ്ഞെടുത്ത മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അബ്ദുൾ ഷുക്കൂർ. പത്തനംതിട്ട ജില്ലാ കൗൺസിൽ അംഗവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി CPIയിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നതിനിടെയാണ് ഷുക്കൂറിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. DCC ഓഫീസിലെത്തിയ അബ്ദുൾ ഷുക്കൂറിനെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അടക്കമുള്ള നേതാക്കൾ ഷാളണിയിച്ച് സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനായ നഹാസ് പത്തനംതിട്ട വഴിയാണ് അബ്ദുൾ ഷുക്കൂറുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയത്. ആന്റണി ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. അതേസമയം ജില്ലാ കൗൺസിൽ അംഗത്തിന്റെ പാർട്ടി മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം നടത്താൻ CPI നേതൃത്വം തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട. കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്തെ NDAയ്ക്കുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ്. PC ജോർജിനെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് തർക്കത്തിന് കാരണമായത്. ക്ഷണിക്കാത്തത് കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് PC ജോർജ് 24നോട് പറഞ്ഞു. അതേസമയം യാതൊരു പ്രശ്നങ്ങളും NDA മുന്നണിക്കുള്ളിൽ ഇല്ല എന്ന് K സുരേന്ദ്രനും വ്യക്തമാക്കി. പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിനു പുറമെ കോട്ടയത്ത് BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്തത് PC ജോർജിനെ ചൊടിപ്പിച്ചിരുന്നു. പരസ്യ പ്രസ്താവനകളിലൂടെ പ്രശ്നം വഷളായതോടെ BJP നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു. പിന്നാലെയാണ് കോട്ടയം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ നിന്ന് PC ജോർജിനെ മാറ്റി നിർത്തി തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും PCയെ ക്ഷണിച്ചില്ല. പാർലമെന്റ് കൺവെൻഷനിലും തഴഞ്ഞു. ഇത് PCയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് സുരേന്ദ്രൻ പങ്കെടുക്കണമെന്നാണ് BJPയുടെ പാർട്ടി തീരുമാനം. സുരേന്ദ്രനും പ്രാദേശിക നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് പങ്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പരസ്യ പ്രസ്താവന നടത്തി വെട്ടിലാകാതിരിക്കാൻ PC ജോർജ് ശ്രദ്ധിക്കുന്നുണ്ട്. NDAയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് K സുരേന്ദ്രൻ പറയുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലും PC ജോർജിനെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് തുഷാർ പ്രചാരണത്തിന് ക്ഷണിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരിട്ട് പോയി കാണേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 24 കോട്ടയം.
CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടരുന്നു മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നതാണ്. അത് ഇന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യം മുഴുവൻ യാത്രകൾ നടത്തിയ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മിണ്ടിയില്ല എന്ന കുറ്റപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ വന്നപ്പോൾ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ചിരിക്കുന്നു. നേതാക്കളുടെ ഈ ചിരി തീ തിന്നുന്ന കോടിക്കണക്കിന് ആളുകളെ നോക്കിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടില് വിരുന്നുണ്ടുകയായിരുന്നു. ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയം വിദേശത്ത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ മൂലയ്ക്കിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വയനാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP അന്തർധാരയെന്ന ആരോപണം തുടരുന്നു. K മുരളീധരൻ വോട്ട് മറിക്കാൻ LDFന് BJPയുമായി ഡീലുണ്ട്. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്താൽ കുടുംബം അകത്താകുമെന്ന ഭയമാണ് പിണറായി വിജയനെന്നും K മുരളീധരൻ വിമർശിച്ചു. LDF തിരിച്ച് BJPക്ക് മറിക്കുക എന്നുള്ള സംശയമാണ് ഇവിടെയുള്ളത്. ഏത് ഡീല് നടന്നാലും കേരളത്തിൽ 20-20 UDF ജയിക്കും. കാരണം ജനങ്ങൾ UDFനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവും. അതുകൊണ്ട് ആരെന്തൊക്കെ ഡീല് നടത്തിയാലും കേരളത്തിലെ 20 സീറ്റുകളും UDFനാണ്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ സ്വന്തം കുടുംബം അകത്താവുന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രചാരണ ചൂട് അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള ചില അവകാശവാദങ്ങളൊക്കെ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിപ്പോഴങ്ങനെ വായിക്കുന്നത് ശരിയല്ല. എന്തായാലും പോരാട്ടം നടക്കട്ടെ, മത്സരം നടക്കട്ടെ. വാശിയേറിയ പോരാട്ടം തന്നെ പലയിടങ്ങളിലും നടക്കാൻ പോവുകയാണ്. നമ്മുടെ പതിവ് പ്രേക്ഷകരുണ്ട്, ചില ആളുകൾ, നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ. അവരൊക്കെ ഈ വാർത്താ യാത്രയ്ക്കൊപ്പം കമന്റ് ബോക്സിൽ പങ്കുചേരുന്നുണ്ട്. സുലൈമാൻ അബ്ദുൽ ഖാദറിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഒപ്പം സന്തോഷമായിരിക്കണം എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ പുതിയ സെറ്റ് മനോഹരമായിട്ടുണ്ട്. ഗ്രാഫിക്സ് ടീമിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന പ്രേക്ഷകനും ഉണ്ട്. അത് കെവിൻ എന്ന് പറയുന്ന പ്രേക്ഷകനാണ് അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വാർത്തയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അതൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ആ വാർത്തായാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ കർണാടക BJPയിൽ മഞ്ഞുരുകുകയാണ്. ഇടഞ്ഞു നിന്ന മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറും അയഞ്ഞിരിക്കുന്നു. ബെലഗാവി സീറ്റിൽ നിന്നും ജഗദീഷ് ഷെട്ടാർ മത്സരിക്കും. മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ KS ഈശ്വരപ്പയെ അനുനയിപ്പിക്കാൻ ഇനിയും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ ജഗദീഷ് ഷെട്ടാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് തിരികെ BJPയിലേക്ക് എത്തുന്നത്. ഹുബ്ബള്ളി, ധാർവാഡ്, ഹാവേരി മണ്ഡലങ്ങളായിരുന്നു ഷെട്ടാറിന്റെ ആവശ്യം. എന്നാൽ ഇത് രണ്ടും BJP അനുവദിച്ചില്ല. ഇതോടെ ഷെട്ടാർ വീണ്ടും ഇടഞ്ഞു. ബെലഗാവി നൽകാമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാതിരുന്ന ഷെട്ടാർ പിന്നീട് വഴങ്ങി. ലിംഗായത്ത് വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ജഗദീഷ് ഷെട്ടാർ ശീതസമരം അവസാനിപ്പിച്ചത് BJPക്ക് ഗുണകരമാണ്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കർണാടക മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ സദാനന്ദ ഗൌഡ BJP വിട്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ കുടുംബാധിപത്യത്തിനെതിരെ പോരാടുമെന്നാണ് പ്രഖ്യാപനം. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നിഷേധിച്ചതോടെ ഇടഞ്ഞ KS ഈശ്വരപ്പയെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഈശ്വരപ്പ. BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. 24 ബംഗളൂരു. കോൺഗ്രസിന്റെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും അതിൽ ഈ 2 മണ്ഡലങ്ങളും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് തുടരുകയാണ്. 5ാം പട്ടികയിലും ഇരുമണ്ഡലങ്ങളും ഒഴിച്ചിട്ടതോടെ മണ്ഡലത്തിലേക്ക് ആരെത്തുമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും
ഇത്തവണ സോണിയാഗാന്ധി മത്സരരംഗത്തുനിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അസമിൽ നവബോയ്ച MLA ഭരത് നാരഹാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. BJPയിലേക്കാണെന്നാണ് സൂചന. 24 ഡൽഹി. അരവിന്ദ് കെജ്രിവാളിനെ മൂന്നാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ED. ചോദ്യമുനയിൽ കെജ്രിവാൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന EDയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് കെജ്രിവാൾ നൽകിയത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ED അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. മദ്യനയ അഴിമതി കേസിൽ സമൻസുകൾ അവഗണിച്ച കെജ്രിവാൾ നിലവിലെ അന്വേഷണത്തോടും സഹകരിക്കുന്നില്ലെന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കെജ്രിവാൾ നൽകുന്നില്ല എന്നും ED ആരോപിക്കുന്നു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ED നീക്കം. കേജ്രിവാൾ ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും വർദ്ധിക്കുന്നു. ലോക്കപ്പിൽ കഴിയുന്ന കേജ്രിവാളിന് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ED കേന്ദ്രങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. കേജ്രിവാളിന്റെ കോലം കത്തിച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. പ്രതിഷേധ പ്രകടനങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന രണ്ട് വാർത്തകളുടെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതിൽ ഒന്ന്, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 33 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടി സർവകലാശാല പിൻവലിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ വീണ്ടും ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുന്നു ആ വിഷയത്തിൽ എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വൈസ് ചാൻസലർക്കാണ് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സസ്പെൻഷൻ പിൻവലിച്ചതിൽ ഗവർണർ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. PA ഗിരീഷ് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകും. 33 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയാണ് സർവകലാശാല പിൻവലിച്ചത്. ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടിയായിരുന്നു അത്. അതാണ് പിൻവലിച്ചത്. VCയുടെ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല കൈക്കൊണ്ടത് പലതരത്തിലുള്ള നടപടികളാണ്. സസ്പെൻഷൻ, ഇന്റേൺഷിപ്പ് റദ്ദാക്കൽ, സ്കോളർഷിപ്പ് റദ്ദാക്കൽ തുടങ്ങിയ നടപടിയാണ് സർവകലാശാല സ്വീകരിച്ചത്. ഇതിൽ ഒരാഴ്ച സസ്പെൻഡ് ചെയ്യപ്പെട്ട 33 വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയാണ് പിൻവലിച്ചിരിക്കുന്നത്. നിയമോപദേശം തേടാതെ നടപടി പിൻവലിച്ചുവെന്ന ആരോപണമാണ് സർവകലാശാലയ്ക്കെതിരെ ഉയർന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. സസ്പെൻഷൻ പിൻവലിച്ചത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളുടേതാണെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ഒരാഴ്ചത്തെ സസ്പെൻഷൻ ലഭിച്ച 31 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നടപടി കാലയളവ് കഴിഞ്ഞതോടെ അപ്പീൽ നൽകിയിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന 2 സീനിയർ വിദ്യാർത്ഥികൾക്കും മർദ്ദനത്തിൽ പങ്കില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി പിൻവലിച്ചതെന്നും സർവകലാശാല വിശദീകരിക്കുന്നു. പ്രധാന പ്രതികളിൽ ആർക്കും ആന്റി റാഗിംഗ് സ്ക്വാഡ് വിധിച്ച ശിക്ഷാ നടപടികളിൽ നിന്ന് ഇളവ് നൽകിയിട്ടില്ലെന്നും സർവകലാശാല വിശദീകരിക്കുന്നുണ്ട്. 24 വയനാട്. വൈറ്റില പൊന്നുരുന്നി പാലത്തിന് താഴെ തീപിടുത്തം എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചവറുകൂനയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. റെയിൽപാളത്തിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നാലെ സസ്പെൻഷൻ നേരിട്ട വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വിവരവും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. 4ാം വർഷ വിദ്യാർത്ഥികളായ അമരീഷ് ബാലിയും അജിത് അരവിന്ദാക്ഷനുമാണ് ഹർജി നൽകിയത്. S. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സസ്പെൻഷൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ശ്രീകാന്ത്. രണ്ട് വിദ്യാർത്ഥികളാണ് ഹൈക്കോടതി മുൻപാകെ ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിൽ
പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. സസ്പെൻഷൻ റദ്ദാക്കണം, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഹർജി നൽകിയത് 4ാം വർഷ വിദ്യാർത്ഥികളായ അമറേഷ് ബാലിയും അജിത്ത് അരവിന്ദാക്ഷനുമാണ്. തെളിവുകളില്ലാതെയാണ് സർവകലാശാല സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നടപടിക്ക് മുൻപ് ഹർജിക്കാരുടെ ഭാഗം സർവകലാശാല കേട്ടില്ല. സിദ്ധാർത്ഥൻ നേരിട്ട റാഗിങ്ങുമായി തങ്ങൾക്ക് ബന്ധമില്ല. സസ്പെൻഷൻ നടപടിക്കെതിരെ വിസിക്ക് അപ്പീൽ നൽകാനായി ശ്രമിച്ചെങ്കിലും ക്യാമ്പസിനകത്തേക്ക് കയറുന്നതിന് തങ്ങളെ അനുവദിച്ചില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും അനുവദിക്കണം എന്നവർ പറയുന്നു. റാഗിംഗ് വിരുദ്ധ സമിതിയുടെ രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നും തങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി പരിഗണിക്കും. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വൈസ് ചാൻസലർക്കാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. സസ്പെൻഷൻ പിൻവലിച്ചതിൽ റിപ്പോർട്ടും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി എ ഗിരീഷ് അതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല ഈ വിദ്യാർത്ഥികൾ, അതായത് സസ്പെൻഷൻ പിൻവലിച്ച വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുത്തവരല്ല എന്നുള്ളതായിരുന്നു സർവകലാശാലയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. പക്ഷേ ഗവർണറുടെ ഇടപെടൽ ഇപ്പോഴുണ്ടാവുന്നു. സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ള നിർദ്ദേശം ഗവർണർ നൽകുന്നു. വിശദാംശങ്ങൾ എന്താണ് ഗിരീഷ്? രഞ്ജിത്ത്, വി സിയുടെ നടപടിയിൽ, അതായത് സസ്പെൻഷൻ പിൻവലിച്ച വി സിയുടെ നടപടിയിൽ പ്രാഥമികമായി വീഴ്ച പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച് റദ്ദാക്കാനുള്ള നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വൈസ് ചാൻസലർക്കാണ് ഗവർണർ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സസ്പെൻഷൻ ഏത് സാഹചര്യത്തിലാണ് പിൻവലിച്ചത് എന്ന വ്യക്തമാക്കുന്ന റിപ്പോർട്ടും സമർപ്പിക്കാൻ ഇപ്പോൾ വി സിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ സർവകലാശാല ചട്ടമനുസരിച്ച് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തിരിച്ചെടുക്കാവൂ എന്നുള്ളതാണ് ചട്ടം. സർവകലാശാലയുടെ ലോ ഓഫീസറുടെ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകാൻ പാടുള്ളൂ എന്നും രാജ്ഭവൻ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വെട്ടാവി സർവകലാശാലയിലെ സംഭവത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയോ നിയമോപദേശം തേടലോ വി സിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. വി സി ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കാനുള്ള നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നുണ്ട്. ശരി, വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കണം എന്നുള്ള നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. മലപ്പുറത്തെ 2.5 വയസ്സുകാരുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ. മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത. ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ മകൾ ഫാത്തിമ നസ്റിനാണ് മരിച്ചത്. കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് മാതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ആരോപണം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ന് കാണിച്ചുകൊണ്ടാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീനെ അബോധാവസ്ഥയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്നാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നു. മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകളുണ്ട്. പിതാവ് മുഹമ്മദ് ഫായിസ് കാളികാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. ഇന്നലെ അവരെ വിളിച്ച് ഫോൺ ചെയ്തതിന് അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മൾ അത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതെന്ന് പറഞ്ഞു. നിൻ്റെ കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇജ്ജ് കൊന്നതന്നെ ഈ കറണ്ട് കുട്ടീനെ ഇജ്ജ് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഫായിസിനെതിരെ ഭാര്യ ഷാബത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ മർദ്ദനം പതിവായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇവന്റെ പേരിൽ ആദ്യം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുമ്പായിട്ട് തന്നെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിലും ഇവൻ്റെ പെങ്ങളാണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി വീട്ടിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും വരുമ്പോഴത്തേന് ഇവർ അവിടുന്ന് വണ്ടി എടുത്ത് പോവുക, പിന്നെ ഫോൺ വിളിച്ചിട്ട് അനാവശ്യം പറയാം, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരായിട്ട് ഭാഗത്തുനിന്ന്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം. 24 മലപ്പുറം.
ഏതായാലും ആ കാര്യത്തിൽ സത്യം എന്താണ് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ്. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ട് ഉള്ളത്. നോവായി കുരുന്നുകൾ. കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ കെട്ടുകാഴ്ചയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചമയവിളക്ക് ഉത്സവത്തിനിടയിലായിരുന്നു അപകടം. ചവറ സൗത്ത് വടക്കും ഭാഗം സ്വദേശി രമേശന്റെ മകൾ ക്ഷേത്രയാണ് മരിച്ചത്. ചമയവിളക്കിന്റെ 2ാം ദിവസമായ ഇന്നലെ കെട്ടുകാഴ്ച അണിയിച്ചൊരുക്കിയിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഭക്തരുടെ നേതൃത്വത്തിൽ കെട്ടുകാഴ്ച വലിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. അതിനിടയിലാണ് കെട്ടുകാഴ്ചയുടെ നിയന്ത്രണം വിട്ടത്. ഇതിന്റെ തിരക്കിലും പെട്ടാണ് അച്ഛനൊപ്പം സമീപത്ത് നിൽക്കുകയായിരുന്ന ക്ഷേത്ര കെട്ടുകാഴ്ചയുടെ ഇടയിൽപ്പെട്ടത്. ചക്രങ്ങൾ 5 വയസ്സുകാരുടെ വയറിലൂടെ കയറി ഇറങ്ങി. ഈ കുതിരകളെല്ലാം വയലിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വലിയ തിട്ടയുണ്ട്. ആ തിട്ടയിൽ കൂടി കയറിയാണ് 2ാമത്തെ വയലിലേക്ക് കുതിര പോകുന്നത്. ആ 2ാമത്തെ വയലിലേക്ക് പോയതിനു ശേഷം തിരികെ വരുമ്പോൾ ഈ കുഞ്ഞ് രക്ഷകർത്താവിനോടൊപ്പം ആ കുതിരയോടൊപ്പം വന്നെന്നാണ് അറിയുന്നത്. എത്തിയപ്പോൾ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒരാള് കൊച്ചിനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അന്നേരം അതിന്റെ പിറകെ അമ്മയാന്ന് തോന്നുന്നു സാരിയിൽ ഓടി. പിന്നെ കുറേ ആൾക്കാർ അതിന്റെ പിറകെ ഓടുന്നത് കണ്ടു. കുതിര നമ്മൾ വടക്കേ കണ്ടത്തിൽ നിന്ന് തെക്കേ കണ്ടത്തിലോട്ട് പിടിക്കുന്ന ആ സമയത്താണ്. കുട്ടിയെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. അതിനിടയിലാണ് കെട്ടുകാഴ്ചയുടെ നിയന്ത്രണം വിട്ടത്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 24 കൊല്ലം. വയനാട് ചെന്നലോട് ബോൾ തൊണ്ടയിൽ കുടുങ്ങി 2.5 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള വളരെ വേദനാജനകമായ വാർത്തയും ഇന്ന് പുറത്തു വന്നിരുന്നു. ചെന്നലോട് സ്വദേശി മുഹമ്മദ് ജലീലിൻ്റെ മകൻ മുഹമ്മദ് അബൂബക്കറാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ പന്ത് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാടിറങ്ങുന്ന ഭീതി. തുടർച്ചയായി മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് പടയപ്പ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ചില്ലിക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് പടയപ്പ വീണ്ടും ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് മേഖലയിലെത്തിയത്. 7 മണിയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങിയ പടയപ്പ KSRTC ബസ്സും സ്കൂൾ ബസ്സും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തടഞ്ഞു. 1 മണിക്കൂറിന് ശേഷം RRT സംഘം ആനയെ ചൊക്കനാട് ഭാഗത്തേക്ക് തുരത്തി. പലവട്ടം കാട് കയറ്റിയ ചില്ലിക്കൊമ്പനാണ് പാലക്കാട് നെല്ലിയാമ്പതിയിൽ വീണ്ടും ഇറങ്ങിയത്. ആന മതപ്പാടിലാണെന്നും സൂചനയുണ്ട്. വനം വകുപ്പിന്റെ നിരീക്ഷണമുണ്ടെങ്കിലും ആന സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴിയിലെ വാഴകൃഷിയാണ് നശിപ്പിച്ചത്. തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപോത്താക്രമണത്തിൽ വാച്ചർക്ക് ഗുരുതര പരിക്കേറ്റു. നെയ്യാർ റേഞ്ച് ഫയർ പ്രൊട്ടക്ഷനിലെ താൽക്കാലിക ജീവനക്കാരൻ K സുരേഷിനാണ് പരിക്കേറ്റത്. ഉൾവനത്തിൽ വെച്ചാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സുരേഷ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 24 ഇടുക്കി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പടമലയിലെ അജീഷിന്റെ വീട് സന്ദർശിച്ച് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കാടിനും വന്യമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണത്തെക്കാൾ മികച്ച സംരക്ഷണം മനുഷ്യന് നൽകണമെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ സ്ഥിരം പോംവഴികൾ തേടണം. ധനസഹായം നൽകുന്നതിൽ ഉദാസീനത പാടില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളും ജനപ്രതിനിധികളും എല്ലാ ഭരണ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ, കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായ പീഡനമാണ് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് നമുക്കറിയാം. അതിൽ കുറ്റക്കാരായ ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്നുള്ള അഭിപ്രായം ഒരുപാട് പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടപെടലിനെ അഭിനന്ദിക്കുന്ന പ്രേക്ഷകരെയും കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ, ശ്രീരാജ് കാലിക്കറ്റിനെ പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ചൂടിൽ ഒരു രക്ഷയുമില്ല, മഴയും കാണാനില്ല എന്ന് പറയുന്നു. വേനൽ മഴ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു ഷാജി പൊയ്കലിനെ പോലുള്ള പ്രേക്ഷകർ. ശരിയാണ്, സംസ്ഥാനം ചുട്ടുപൊള്ളുന്ന സാഹചര്യമാണ്, ആശ്വാസമായ ഒരു വേനൽ മഴ എത്തും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ചിലയിടങ്ങളിലൊക്കെ വേനൽ മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൂടിനൊട്ടും കുറവുമില്ല. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഉത്തരേന്ത്യ മുഴുവൻ കളർഫുള്ളായി നിൽക്കുകയാണ്. ഹോളിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ എവിടെ, റിപ്പോർട്ടുകൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. ഉറപ്പായും ഈ പരിപാടിയിൽ തന്നെ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സംപ്രേഷണം ചെയ്യാവുന്നതാണ്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. വളരെ പെട്ടെന്ന് ഒരു വാർത്തയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ഫ്ലക്സിൽ മതചിഹ്നം ഉപയോഗിച്ചെന്ന് കാണിച്ച് LDF ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിവാദമായതിന് പിന്നാലെ ഫ്ലക്സുകൾ നീക്കം ചെയ്തിരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫ്ലെക്സിൽ ഹിന്ദുമതവുമായി സംബന്ധിക്കുന്ന ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് നിലവിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന കർശനമായ ചട്ടമുണ്ട്. ഇത് മുരളീധരൻ ലംഘിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഫ്ലെക്സിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രധാനമന്ത്രിയും ഇതിനൊപ്പമാണ് മതചിഹ്നവും ഉൾപ്പെടുത്തിയിരുന്നത്. ഇതാണ് വലിയ വിവാദമായത്. മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി. പിന്നാലെ ഈ ഫ്ലെക്സ് സ്ഥാനാർത്ഥി തന്നെ പിൻവലിച്ചിരുന്നു. ഇപ്പോഴാണ് LDF ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത് മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തുന്നതാണ് LDF ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഉചിതമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് LDF പറയുന്നത്. എന്തായാലും ഈ വിഷയം മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് LDF ഉള്ളത്. ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന്, മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. റീജിത്ത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ഹർഷീന നടത്തിയ പോരാട്ടം, അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പോരാട്ടം. അത്രയധികം ദുരിതം അവർ അനുഭവിച്ചിരുന്നു. അവരുടെ ഹർഷീനയുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെതിരെയാണ് ഹർഷീന പ്രതികരിക്കുന്നത്. ആരോഗ്യവകുപ്പ് തന്നെ മറന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു ഹർഷീന. തുടർ ചികിത്സാ ചെലവ് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കണം, കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അനുഭാവപൂർവമായ സമീപനവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും ഹർഷീന ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടെന്ന് സൂചന. സമൂഹമാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തയച്ചു. തീരമേഖലയിലെ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് മനുഷ്യക്കടത്ത് സംഘം വലതിരിച്ചത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മുതൽ പൂവാർ മേഖലയിൽ നിന്നായി 20ഓളം യുവാക്കൾ റഷ്യൻ യുദ്ധഭൂമിയിൽ എത്തിയെന്നാണ് വിവരം. സമൂഹമാധ്യമങ്ങളിലൂടെ റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി, ഹെൽപ്പർ, സെക്യൂരിറ്റി ഓഫീസർ ജോലികൾ വാഗ്ദാനം ചെയ്താണ് റിക്രൂട്ട് ചെയ്തത്. 1 വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൗരത്വം ഉറപ്പു നൽകി. 1,95,000 രൂപ പ്രതിമാസ ശമ്പളവും 50,000 രൂപ അലവൻസുമായിരുന്നു വാഗ്ദാനം. 1 വർഷത്തെ കരാറിലാണ് കൊണ്ടുപോയത്. ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടും ഷാർജ വഴിയുമായിരുന്നു യാത്ര. റഷ്യയിലെത്തിയുടൻ പാസ്പോർട്ടുകൾ ഏജന്റുമാർ പിടിച്ചെടുത്തു. ആയുധ പരിശീലനം നൽകിയ ശേഷം റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് യുക്രൈനുമായുള്ള യുദ്ധമുഖത്തെത്തിച്ചു. ഡൽഹി, മുംബൈ, ഹരിയാന, താനെ എന്നിവിടങ്ങളിലെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഏജന്റുമാരാണ് കേരളത്തിലടക്കം മനുഷ്യക്കടത്ത് നടത്തിയത്. സംഭവത്തിൽ വിശദ പരിശോധനയ്ക്കായി CBI സംഘം വീണ്ടും എത്തുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചിരിക്കുന്നു. മാർച്ച് 4-ന് ആരംഭിച്ച പരീക്ഷ തീർന്നതിൻ്റെ ആശ്വാസത്തിലാണ്, സന്തോഷത്തിലാണ് കുട്ടികൾ. സുഹൃത്തുക്കളെ പിരിയുന്ന വിഷമവും ചിലർ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു. കൊച്ചിയിൽ നിന്ന് വിനീത വിജി ചേരുന്നുണ്ട് കുട്ടികൾക്കൊപ്പം. വിനീത വിജിയിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചിരിക്കുന്നു. പരീക്ഷ എഴുതിയതിനു ശേഷം ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഇന്ന് സോഷ്യൽ സയൻസ് ആയിരുന്നു വിഷയം. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നന്നായിട്ടായിരുന്നു. എല്ലാ പരീക്ഷകളും എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് കുഴപ്പിച്ചേതെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ?
അങ്ങനെ മാത്സ് കുറച്ച് പാടായിട്ട് നല്ല മാർക്ക് കിട്ടുമായിരിക്കുമല്ലോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഇനിയിപ്പം പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പം കൂട്ടുകാരികളാണോ നാല്? അപ്പൊ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ കാണുന്നത് എല്ലാരും? പുറത്തു പോകുന്നതൊക്കെ ഉണ്ട് ഈ മാസം തന്നെ. അപ്പൊ എന്താ പരിപാടി? എന്താ ഇനിയിപ്പോ പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ ഏപ്രിലില് റിസൾട്ട് വരും, കാത്തിരിക്കുക. ഫോണും വാട്സപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഈ സൗഹൃദം അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും അല്ലേ? അപ്പം മിടുക്കത്തികളായിട്ടുള്ള കൂട്ടുകാരാണ് എല്ലാവരും. വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്ന്. അവർ പറഞ്ഞതുപോലെ ഇന്ന് പരീക്ഷ കഴിയുകയാണ്. പിന്നെ ഈ സൗഹൃദമൊക്കെ ഇനി ഈ വാട്സപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ ഏതാണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ അവരുടെ അധ്യാപകരൊക്കെ ഇപ്പോൾ ഇടപെട്ട് അവരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. കൃത്യമായി ഓരോ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികളെ വരിവരിയായി അവരെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ പരീക്ഷയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അവർ ടീച്ചറുമൊക്കെയായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടീച്ചർ എങ്ങനെയുണ്ട്? അവർക്ക് പരീക്ഷയൊക്കെ നല്ല എളുപ്പമായിരുന്നു. അവര് വളരെ ഹാപ്പിയാണ്. പിന്നെ പിരിയണേന്റെ ഒരു വിഷമമാണ്. അപ്പൊ ഞങ്ങളൊരു മധുരമൊക്കെ കൊടുത്ത് അവര് പറഞ്ഞു വിടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് പോകുന്നത്, ടീച്ചർമാരെയൊക്കെ. അത് പിരിയാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ പരീക്ഷയൊക്കെ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് സ്കൂളിൽ? ഇപ്പൊ 10ൽ 140 കുട്ടികൾ എഴുതുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് എല്ലാവരും ഒരുവിധം. കുറച്ച് പേരൊക്കെ കുറച്ച് വീക്ക് ഉണ്ടാവുമല്ലോ, ബാക്കിയൊക്കെ നമ്മൾ നല്ല പരിശീലനം നൽകി. നമ്മള് പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുണ്ട്. ക്ലാസിന്റെ 10ാം ക്ലാസിന്റെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ആയി വിദ്യാർത്ഥികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എല്ലാരും എന്നാ കാണുക? എക്സാം ഒക്കെ നന്നായിട്ട് ഈ സൂചിപ്പിച്ചതുപോലെ 140ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതിയത്. എല്ലാവർക്കും മധുരം നൽകിയാണ് സ്കൂളിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകർ പറഞ്ഞയക്കുന്നത്. വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കൊച്ചിയിൽ നിന്ന് കുട്ടികൾക്കൊപ്പം വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. രാജ്യം ഹോളി ആഘോഷത്തിൽ. ഹോളി ആഘോഷത്തിൽ രാജ്യം നിറങ്ങൾ വാരി വിതറിയും മധുരം വിതരണം ചെയ്തും ഉത്തരേന്ത്യയിലാണ് ആഘോഷങ്ങൾ ഏറെയും നടക്കുന്നത്. ഉജ്ജയിനിലെ മഹാകാൽ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ 14 പേർക്ക് പൊള്ളലേറ്റു. അതിരാവിലെ തുടങ്ങിയ ആഘോഷം നിറങ്ങളുടെ ഉത്സവത്തിൽ നാടെങ്ങും നിറച്ചാർത്ത്. ഹൗസിംഗ് സൊസൈറ്റികളിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും എല്ലാം ആഘോഷം. ഹോളി അടിപൊളിയാണ്. മുംബൈയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഈ വർഷം എന്തായാലും ഹോളി എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ജുഹു ബീച്ചിലായി വന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കാർഗിലിൽ ജവാന്മാരും നോർവേ അടക്കം വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരും ആഘോഷ ദൃശ്യങ്ങൾ പങ്കുവച്ചു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാൽ ക്ഷേത്രത്തിൽ രാവിലെ തീപിടുത്തമുണ്ടായി. ശ്രീകോവിലാണ് തീ പടർന്നത്. പൂജാരിമാർ അടക്കമുള്ളവർക്കാണ് പൊള്ളലേറ്റത്. ഇവരെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. അങ്ങനെ ഹോളി ആഘോഷം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. കളർഫുള്ളാണ് മുംബൈയിലടക്കം ഉത്തരേന്ത്യയിൽ എങ്ങും തന്നെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം വരുൺ നായർക്കൊപ്പം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, 24. ഉത്തരേന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ആഘോഷം നല്ല കളർഫുൾ ആയിരുന്നു. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിച്ച് കൊച്ചിയും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടുമൊക്കെയായി കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹമാണ് ഹോളി ആഘോഷമാക്കിയത്. എങ്ങും നിറങ്ങളുടെ ആഘോഷം. ഒന്നിച്ച് നൃത്തം ചെയ്തും പരസ്പരം നിറങ്ങൾ പൂശിയും കൊച്ചിയിലെ ഉത്തരേന്ത്യക്കാരും ഹോളി ആഘോഷമാക്കി. സ്വന്തം നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൊച്ചിയിലെ ആഘോഷങ്ങൾക്ക് പകിട്ടൊട്ടും കുറഞ്ഞില്ല. അടിപൊളിയല്ലേ? നമുക്ക് ഈ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കളേഴ്സാണ്. ഇവിടെ ഒരു ജാതി ഒരു മതം ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിറങ്ങൾ പൂശി കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒരുപോലെ ആഘോഷത്തിന്റെ ഭാഗമായി. പതിറ്റാണ്ടുകളായി വ്യാപാരത്തിനും ജോലിക്കും മറ്റുമായി കൊച്ചിയിലെത്തിയ ഉത്തരേന്ത്യക്കാരാണ് ഹോളി ആഘോഷമാക്കിയത്.
ഒന്നിച്ച് നൃത്തച്ചുവടുകൾ വെച്ചും പരസ്പരം നിറങ്ങൾ പൂശിയുമൊക്കെ കൊച്ചിയിലെ നോർത്ത് ഇന്ത്യൻകാരും ഹോളി ആഘോഷം ഗംഭീരമാക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സച്ചിനൊപ്പം വിനീത വിജി, 24. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് തിരികെ 2 കമൻറ്റുകൾ കൂടി വായിക്കാം. സമയപരിമിതി കൊണ്ടാണ്, കൂടുതൽ കമൻറ്റുകൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ 2 കമൻറ്റുകൾ വായിക്കാനുള്ള സമയമേ ഉള്ളൂ. അതിൽ ഒന്ന് സിന്ധു കേസ് എന്ന് പറയുന്ന പ്രേക്ഷകയുടേതാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളെ കണ്ടപ്പോൾ ഞാനൊന്ന് 1986 ഓർമ്മകളിലേക്ക് പോയി. എൻ്റെ മനോഹരമായ സ്കൂൾ കാലത്തിൻ്റെ ഓർമ്മകൾ എന്നാണ് സിന്ധു കേസ് കുറിക്കുന്നത്. അതുപോലെ പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നത്, മുമ്പൊരു ഹോളി ദിനത്തിൽ മുംബൈ അന്ധേരിയിൽ നിന്ന് കളറിൽ കുളിച്ച ഒരു ഓർമ്മ ഞാനും സൂക്ഷിക്കുന്നു എന്നാണ് പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നത്. അങ്ങനെ ചില റിപ്പോർട്ടുകൾ ചില ആളുകളെ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അട്ടപ്പാടിയിൽ ഒടുവിൽ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു. അട്ടപ്പാടിയിലെ 7 വിദൂര ആദിവാസി ഊരുകളിൽ KSEB വൈദ്യുതി എത്തിച്ചിരിക്കുന്നു. ഊരുകാരുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. കാൽനടയാത്ര പോലും ദുസ്സഹമായ തടിക്കുണ്ട്, മുരുകള, കിണറ്റുക്കര, പാലപ്പട, താഴെയാനവായി, മേലെയാനവായി, കടുകുമണ്ണ ഊരുകളിലാണ് ഒടുവിൽ വൈദ്യുതി എത്തിയത്. ഇന്നോളം സോളാർ വെട്ടം മാത്രം കണ്ടവരാണിവർ. $6.2 കോടി മുടക്കിയാണ് പദ്ധതി നടപ്പാക്കിയത്. ആകെ 92 വീടുകളിൽ വൈദ്യുതി എത്തിച്ചു. ചിണ്ടക്കിയിൽ നിന്ന് 15 കിലോമീറ്റർ മണ്ണിനടിയിലൂടെ കേബിളിട്ടാണ് 11 kV വൈദ്യുതി എത്തിച്ചത്. സോളാർ ലൈറ്റിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്കിത് ആശ്വാസം. UG കേബിളിടുന്ന മണ്ണാർക്കാട് ഡിവിഷനിലെ ആദ്യ സെക്ഷനാണിത്. കൂടുതൽ ഊരുകളിലേക്ക് കൂടി വൈദ്യുതി ഉറപ്പാക്കുകയാണിനി KSEBയുടെ ലക്ഷ്യം. 24 പാലക്കാട്. SSLC കാലത്തെക്കുറിച്ച് പലരും അവരുടെ ഓർമ്മകൾ കുറിക്കുന്നുണ്ട്. ഒരു കമൻറ്റ് കൂടി വായിക്കാം. റീന സതീശൻ എന്ന് പറയുന്ന പ്രേക്ഷകയുടേതാണ്. നമ്മുടെ കാലത്ത് SSLC എക്സാം കഴിഞ്ഞ് പോകുന്ന ദിവസം വളരെ ദുഃഖമായിരിക്കും ഉണ്ടാവുക. കാരണം അന്നൊക്കെ ഒരു വീട്ടഡ്രസ്സ് മാത്രമാണ് കൂട്ടുകാർക്ക് കൈമാറാനുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. വാട്സാപ്പൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് വീണ്ടും തുടർച്ചയായി അവരുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് വലിയൊരു മിസ്സിങ് അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് റീന സതീശൻ പറയുന്നത്. നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ചില പ്രേക്ഷകർ നേരത്തെ ചോദിച്ചിരുന്നു, RLV രാമകൃഷ്ണനും സത്യഭാമയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൻ്റെ തുടർവാർത്തകൾ എന്താണ് എന്ന് ചില പ്രേക്ഷകർ നേരത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ സത്യഭാമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമ പറയുന്നു. കുടുംബത്തെ വലിച്ചിഴച്ച് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തുന്നു. ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല അഭിമുഖം നൽകിയതെന്നും സത്യഭാമ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്താണ് ഈ സത്യഭാമയുടെ ഇപ്പോഴുള്ള പ്രതികരണം? ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ഉള്ളടക്കം എന്താണ്? റീജിത്ത്, വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ്, ഏറ്റവും ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചത്. തൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ വലിച്ചു എഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ആക്രമിക്കുന്നത്, അധിക്ഷേപം നടത്തുന്നുവെന്ന് സത്യഭാമ പറയുന്നു. താൻ അധിക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് സർക്കാരിന് കീഴിൽ നൃത്തം നടത്തുന്നതിനുൾപ്പെടെ വേദികൾ നൽകിയിരുന്നുവെന്നും സത്യഭാമ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉദ്ദേശത്തിലല്ല യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയതെന്നും അവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത, ഈ ഒരു അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർക്കെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപമാണ് വന്നത്. മകനെ ഉൾപ്പെടെ വലിച്ചഴിച്ചുകൊണ്ട് വലിയ രീതിയിൽ ട്രോളുകളും കമൻറ്റുകളെല്ലാം വന്നിരുന്നു. ഈ വിഷയങ്ങളോടൊന്നും നേരിട്ടൊരു പ്രതികരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ചോദിച്ചെങ്കിലും അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് അവർ ഫേസ്ബുക്കിലൂടെ ഈ വിഷയങ്ങളിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അവർ ചെയ്തത് ശരിയോ തെറ്റോ എങ്കിലും അവർ ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ ഒരു വ്യക്തിയും ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് മറ്റു ചില ആളുകൾ കുറിക്കുന്നത്. എന്തായാലും സത്യഭാമയ്ക്കെതിരെ ആക്രമണം തുടരുന്നൊരു സാഹചര്യത്തിൽ ഇവർ പോലീസിലും മറ്റും പരാതി നൽകുമോ എന്നതാണ് അടുത്തൊരു കൗതുകകരമായ ചോദ്യം. ഈ വിഷയത്തിലൊന്നും ഇവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുകയും ചെയ്യുന്നില്ല. എന്തായാലും RLV രാമകൃഷ്ണൻ അധിക്ഷേപ പരാമർശത്തിൽ ഇന്ന് പോലീസിനെ സമീപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. റീജിത്ത്.
ശരി, എ ബി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷീന. സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. നമ്മളെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും എന്ന് പ്രതീക്ഷയിൽ നിൽക്കാനാണ്ട് 1.5 വർഷമായിട്ടും ഒരു രൂപത്തിലുള്ളൊരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടെ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. പിന്നെ അല്ലാതെ ഇപ്പോൾ കേസ് കോടതിയിലെത്തി, പോലീസ് അങ്ങനെ തെളിയിച്ച് കോടതിയിലെത്തി. ആ കോടതിയൊക്കെ വിധി വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ ഇതുമൂലം നമ്മൾ മരിച്ചിട്ടുണ്ടാവും തന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു. നമ്മളെ മരണശേഷം അയക്കുന്ന എന്തെങ്കിലും ഒരു വിധി വരാം. കാരണം അത്രയും ഞാൻ മാനസികമായിട്ടാണ് ഇപ്പോൾ തളർന്നു പോകുന്നത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, ഹർഷീനയുടെ ദുരവസ്ഥ, അതിനുശേഷമുള്ള അവരുടെ പോരാട്ടം, സമരം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ ചില ഉറപ്പുകൾ അവർക്ക് മുമ്പിലേക്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു, അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ അതൊന്നും അനുഭാവപൂർവമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം, ആരോഗ്യവകുപ്പിനെതിരെ നേരിട്ടുള്ളൊരു വിമർശനം തന്നെ ഹർഷീന നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഹർഷീന പറയുന്നത് മിഥില? ശ്രീജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർഷീനയുടെ ദുരിതം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള ഓരോ വാർത്തയും കൃത്യമായി തന്നെ 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹർഷീന ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്നത് ഇന്നലെ അവർ വയറുവേദനയെ തുടർന്ന്, അതായത് സർജറി നടന്ന ഈ സ്ഥലത്ത് വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും ചില മറ്റു പല വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും തനിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരിപ്പോൾ വീട്ടിലേക്ക് ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ വന്നത്. തുടർ ചികിത്സ അതാണിപ്പോൾ അവർ സർക്കാരിനോട്, ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നലെ തന്നെ വലിയൊരു തുക കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ ആവശ്യമാണ് എന്ന ഒരു സൂചനയാണ് ഈ ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ സാമ്പത്തിക നില വളരെ മോശമാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. സർക്കാർ നൽകിയ ഒരു ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നീതി ലഭിച്ചു. അതായത് കുറ്റക്കാരെ കണ്ടെത്തി വിചാരണ നടപടി ഏപ്രിലിൽ ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നീതി ലഭിച്ചു. അതേസമയം ആരോഗ്യവകുപ്പ് തന്നെ മറന്നു, തനിക്ക് നൽകിയ ഉറപ്പ് മറന്നു. തനിക്കൊപ്പം ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ആരോപണവും വിമർശനവുമാണ് ഹർഷീന 24 ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ നോക്കാം. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. കനത്ത ചൂടാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ സഞ്ചരിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.